അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോടൊരു തെറ്റായ കാര്യം കൽപ്പിച്ചാൽ അംഗീകരിക്കാൻ പറ്റുമോ, അനുസരിക്കാൻ പറ്റുമോ? പറ്റൂല. ബാബുല്ലാ തുതിയുൽ മർഅതു സൗജഹാ ഫീ മഅസിയ, സഹീഹുൽ ബുഖാരിയിൽ കാണാം ഒരു അധ്യായം. ഒരൊറ്റ പെണ്ണും തന്റെ ഭർത്താവ് പറയുന്ന ദോഷകരമായ കാര്യത്തിന് വഴിപ്പെട്ടു കൊടുക്കാൻ പാടില്ല, അനുസരിച്ചു കൊടുക്കാൻ പാടില്ല, അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഭർത്താവ് പറയുന്ന പെണ്ണിനോട്, നല്ല നിലക്ക് തഖ്വയോടെ ജീവിച്ച പെണ്ണിനോട്, നീ നിന്റെ തട്ടം അഴിച്ചു മാറ്റിയിട്ട് ഒരു ഷാളിടണം, ആ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല. അവൻ ഒഴിവാക്കിയാലും ശരി, അതൊരു പരാതിയല്ല. ഭർത്താവിന് എന്ത് റോളായിട്ടുള്ളത്? മാറ് മറക്കുന്ന പെണ്ണിന്റെ മാറയിക്കാൻ, കഴുത്ത് പ്രദർശിപ്പിക്കാൻ, കാത് പ്രദർശിപ്പിക്കാൻ, തല പ്രദർശിപ്പിക്കാൻ ഭർത്താവിന് എന്താ ആരുള്ളത്? അനുസരിക്കാൻ പാടില്ല. നീ അതൊക്കെ ഇട്ടിരുന്ന് നേരത്തെ അല്ലേ പോകുമ്പോൾ, സ്കൂൾ മറ്റൊക്കെ പോകുമ്പോഴല്ലേ. ഇപ്പൊ അതൊന്നും പറ്റൂല. നമ്മളൊക്കെ മോഡിഫിക്കേഷൻ. നമ്മൾ ചെറുപ്പക്കാരികൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഒരു യൗവനത്തിന്റെ തുടിപ്പൊക്കെ വേണ്ടേ? അതുകൊണ്ട് കുറച്ചൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ഫാഷൻ വസ്ത്രധാരണം സ്വീകരിക്കണം. ഏതാ ഈ ഫാഷൻ വസ്ത്രധാരണം? പരിശുദ്ധ ഇസ്ലാം വിലക്കിയ വസ്ത്രങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. കുരുത്തക്കേടൊന്നും കിട്ടൂല, ഒരൊറ്റ പെണ്ണിനും കുരുത്തക്കേട് കിട്ടൂല. ലാ തുതിയുൽ മർഅതു സൗജഹാ ഫീ മഅസിയ. ഒരൊറ്റ പെണ്ണും ഭർത്താവ് പറയുന്ന തെറ്റിൽ ഭർത്താവിനെ അനുസരിക്കാൻ പാടില്ല, തിരിച്ചും പാടില്ല. ഭാര്യ പറയുന്ന തെറ്റിൽ ഭാര്യനെ അനുസരിക്കാൻ ഭർത്താവും പാടില്ല. അവിടെ നോക്ക്, നിങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് വന്ന് ഒരു ഉമ്മ ചോദിക്കുന്നുണ്ട്, നബിയെ, എന്റെ മകളെ ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ടതാണ്, ആ മകൾക്ക് മുടി കുറച്ച് കുറവാണ്, കുറച്ച് മുടി എക്സ്ട്രാ വെച്ചു കൊടുക്കട്ടെ? അങ്ങനെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ കെട്ടിയ ഭർത്താവ് അങ്ങനെ പറഞ്ഞു, കുറച്ച് മുടി വെച്ചു കൊടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പറ്റൂല, പറ്റൂല. അല്ലാഹു തആല വിലക്കിയ കാര്യമാണ്. അവസ്ഥാതെ മുടില്ലാത്ത ആള് വരാൻ വേണ്ടിയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചോട്ടെ. അതൊക്കെ കുറെ കാലം കാത്തിക്കണ്ടേ അല്ലേ? അതാ നമുക്ക് പറ്റാത്ത മരുന്ന്. നമ്മൾ ശരീരത്തിന്റെ ബോഡിക്ക് വേണ്ടി ആരോഗ്യത്തിലെ മരുന്ന് അത്രയും കുടിക്കും. മോഡിഫിക്കേഷനിൽ കാത്തിക്കാൻ നേരല്ല. മരുന്ന് തേക്കാനും കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? ഒരു 10-45 വെച്ചാണ് പിടിപ്പിച്ചാൽ പിന്നെ ആരും അറിയില്ലല്ലോ. അല്ലാഹു തആല വരെ അറിയണമെങ്കിൽ ടോർച്ച് അടിച്ച് നോക്കണ്ടേ? അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റൂല, അങ്ങനെ മുടി വെച്ചു കൊടുക്കാൻ പറ്റൂല. ഭർത്താവാ പറഞ്ഞു എഴുതിയിട്ട് അനുസരിക്കാൻ പറ്റും? ബാപ്പയെ പറഞ്ഞു അനുസരിക്കാൻ പറ്റുമോ? പാടില്ല. സത്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതില്ല, ആരെയും അംഗീകരിക്കേണ്ടതില്ല. അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട തഖ്വ.